എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വോബോട്ട് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ വളരെ യൂണീക്ക് ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് ഉള്ള ഈ ഒരു ഡോക്കിംഗ് സ്റ്റേഷൻ ആണ്. ഇതിനു മുമ്പും ഞാൻ ഡോക്കിംഗ് സ്റ്റേഷന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു ഡോക്കിംഗ് സ്റ്റേഷൻ ഞാൻ ഉപയോഗിച്ചിട്ടുമില്ല. ആദ്യമായിട്ടാണ് അതിന്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇങ്ങനെ ഒരു ബോക്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിസീവ് ആയത്. ബോക്സ് വലിയ ഭംഗിയുള്ള ബോക്സ് ഒന്നും അല്ല. ബോക്സിന് മുകളിൽ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ ബിൽഡിംഗ് ആപ്സ് ഉണ്ട്. അതേപോലെ തന്നെ 7-in-1 ഡോക്കിംഗ് സ്റ്റേഷൻ ആണ്. കസ്റ്റം ആപ്പ് ഡെവലപ്മെന്റ് ഈ ഡോക്കിംഗ് സ്റ്റേഷനിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇംപ്രൂവ് വർക്ക് എഫിഷ്യൻസി തുടങ്ങിയ കാര്യങ്ങളാണ് ബോക്സിന് മുകളിൽ എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കാം. ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ ആദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുക ഒരു യൂസർ മാനുവൽ ആണ്. യൂസർ മാനുവലിൽ ഈ ഒരു പ്രോഡക്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സിൽ ലഭിക്കുക നമ്മുടെ മെയിൻ യൂണിറ്റ് ആയിട്ടുള്ള ഡോക്കിംഗ് സ്റ്റേഷൻ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ബോക്സിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഒരു കേബിൾ, ഡേറ്റ കേബിൾ ലഭിക്കുന്നുണ്ട്. 100 വാട്ട്സിന്റെ ഫുൾ ഫീച്ചേർഡ് ആയിട്ടുള്ള ഡേറ്റ കേബിൾ ആണിത്. ഇതാണ് നമ്മുടെ ഡോക്കിംഗ് സ്റ്റേഷൻ. ലൈറ്റ് വെയിറ്റ് ആണ്, വളരെ ചെറുതുമാണ്. ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈൻ ഒക്കെയാണ് ഇതിന് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ ഒന്ന് നോക്കാം. ഫ്രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു സ്ക്രീൻ നൽകിയിട്ടുണ്ട്. അതേപോലെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഒരു റോട്ടറി കൺട്രോൾ നൽകിയിട്ടുണ്ട്. അതിന് താഴെ ഒരു സ്വിച്ച് നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്വിച്ചിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്ക് പോകാനോ അതേപോലെ ഹോം സ്ക്രീനിലേക്ക് വരാനും സാധിക്കും. അതിനടുത്തായിട്ട് ഒരു ടൈപ്പ് സി പോർട്ട് നൽകിയിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സ്വിച്ചസ് ഒന്നുമില്ല, 2 പോർട്സ് ആണ് നൽകിയിരിക്കുന്നത്. 5 വോൾട്ട് 1.5 ആംപിയറിന്റെ 2 ടൈപ്പ് സി പോർട്സ് ആണിത്. ഇനി ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 100 വാട്ട്സിന്റെ ഒരു ടൈപ്പ് സി പോർട്ട് കാണാൻ സാധിക്കും. അതിന്റെ അടുത്തായിട്ടൊരു HDMI പോർട്ട് ഉണ്ട്. 4K 60 FPS വരെ ഇത് സപ്പോർട്ടഡ് ആണ്. അടുത്തായിട്ടൊരു ഇഥർനെറ്റ് പോർട്ട് കാണാൻ സാധിക്കും. അതിന്റെ അടുത്ത് 5 വോൾട്ട് 1.5 ആംപിയറിന്റെ ഒരു USB-A പോർട്ട് കൂടെ നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ റൈറ്റിൽ മുകളിലായിട്ട് വോബോട്ട് മിനി ഡോക്ക് എന്ന് എഴുതിയിട്ടുമുണ്ട്. ഇനി ഇതിന്റെ ബോട്ടം സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ പാഡിങ് നൽകിയിട്ടുണ്ട്. നമ്മളെ ടേബിളിലൊക്കെ ഉറച്ച് പ്രോപ്പർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു റബ്ബർ പാഡിങ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിലൊരു RGB ലൈറ്റിംഗ് സെറ്റപ്പ് നൽകിയിട്ടുണ്ട്. ഈ RGB ലൈറ്റിംഗ് സെറ്റപ്പിന് പല മോഡുണ്ട്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുകയാണ് ഇതുവരെ കണ്ടതെന്നുണ്ടെങ്കിൽ മറക്കാവുന്ന ലൈക്ക് ചെയ്തേക്കുക. ഫസ്റ്റ് ടൈം നമ്മൾ ഇത് ഓൺ ചെയ്യുമ്പോൾ വോബോട്ടിന്റെ ഒരു ലോഗോ തെളിഞ്ഞു വരും. അതിനോടൊപ്പം തന്നെ ഇത് നമ്മുടെ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ മൊബൈലുമായിട്ടോ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ്. ഡോക്കിംഗ് സ്റ്റേഷൻ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ കണക്ട് ചെയ്തതിനു ശേഷം വൈഫൈ സെക്ഷനിലേക്ക് പോവുക. അവിടെ വോബോട്ട് എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ആ വിൻഡോയിൽ നമ്മുടെ വൈഫൈ നെറ്റ്വർക്ക് കണക്ഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഇത്രയും കാര്യം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഡോക്കിംഗ് സ്റ്റേഷൻ ലാപ്ടോപ്പുമായിട്ടോ കമ്പ്യൂട്ടറുമായിട്ടോ കണക്ട് ആവും. ഞാനിത് വൈഫൈയുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ തന്നെ ഇതിലൊരു അപ്ഡേറ്റ് വന്നിരുന്നു, ഒരു ഫിംവെയർ അപ്ഡേറ്റ് വന്നിരുന്നു. അവർ അപ്ഡേറ്റ് കൂടെ ചെയ്തതിനു ശേഷമാണ് ഞാനിത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത്. ഫുള്ളി കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇതിന്റെ ഒരു സൈഡിലായിട്ട് LED ഡോട്ട് മെട്രിക്സ് ക്ലോക്ക് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ അടുത്തായിട്ട് ഒരു സ്ക്രീൻ ഉണ്ട്. അതിൽ നമുക്ക് ആപ്സും കാര്യങ്ങളും ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ എങ്ങനെയാണ് ആപ്സ് ഉപയോഗിക്കുന്നതെന്നും എങ്ങനെയാണ് ഇതിൽ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മൾ ഡോക്കിംഗ് സ്റ്റേഷൻ ഇതേപോലെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാനായിട്ട് സാധിക്കുക. ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതേപോലെ ടൈം നമുക്ക് അറിയാൻ പറ്റും. അതിന്റെ അടുത്തായിട്ടുള്ള ചെറിയ സ്ക്രീനിൽ ഇതേപോലെ കുറെ ആപ്സിന്റെയും അതേപോലെ സെറ്റിംഗ്സിന്റെയും ഒക്കെ ലിസ്റ്റ് നൽകിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഓരോ ആപ്സും നമുക്ക് ഫംഗ്ഷനിലാണ്. അത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനിവിടെ കലണ്ടറിലേക്ക് വരികയാണ്. ജസ്റ്റ് കലണ്ടറിൽ പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്തു. അതായത് ഈ കാണുന്ന റോട്ടറി ബട്ടൺ ഉണ്ടല്ലോ, ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെലക്ട് ആകുകയാണ്. ഇപ്പം ഈ ഒരു സ്ക്രീനിലേക്ക് കലണ്ടർ ആഡ് ആയിട്ടുണ്ട്. അപ്പം ഇതേപോലെ നമുക്ക് ഏത് ആപ്പും, അതായത് ഇതിനകത്തുള്ള ഏത് ആപ്പും നമുക്ക് ഈ സ്ക്രീനിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഞാൻ ജസ്റ്റ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ബാക്ക് ചെയ്തു. അതിനുശേഷം അടുത്ത ആപ്പിലേക്ക് വരികയാണ്. വെതറിൻ്റെ ആപ്പ് സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ ഏത് ആപ്ലിക്കേഷൻ ആണോ സെലക്ട് ചെയ്യുന്നത് ആ ആപ്പായിരിക്കും ഇതേപോലെ ഡിസ്പ്ലേയിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ആപ്പുകൾ ഇതിൽ സെലക്ട് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ബാക്ക് ചെയ്യാനായിട്ടുള്ള ബട്ടണാണ് ഈ കാണുന്നത്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് ബാക്ക് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് സ്റ്റോക്ക് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ വേരിയേഷൻ എന്താണോ അത് കറക്റ്റായിട്ട് ഇവിടെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതുകൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ നോക്കി. ഈ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിലെ അപ്പ് ആൻഡ് ഡൗൺ കറക്റ്റായിട്ട് നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ മാർക്കറ്റിന്റെ വേരിയേഷൻ എന്താണ് ഇതേപോലെ അറിയാനായിട്ട് സാധിക്കും. BTC, എത്തീരിയം, ADA, ഡോജി അങ്ങനെ 4 കോയിൻസ് ആണ് ഇവിടെ ഞാൻ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കോയിൻസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് ഡോക്കിംഗ് സ്റ്റേഷനുള്ളിൽ വെച്ച് നമുക്ക് സാധിക്കത്തില്ല. അതിനായിട്ട് നമ്മൾ ലാപ്ടോപ്പിലേക്ക് പോയിട്ട് അവിടെ നിന്ന് മാത്രമേ ഈ കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുകൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഇങ്ങനെ കുറെ അധികം ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡോക്കിംഗ് സ്റ്റേഷനിൽ കുറെ അധികം മാറ്റങ്ങൾ വരുത്താനായിട്ട്
സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഉള്ള ഓപ്ഷനാണ് നെറ്റ്വർക്ക് ആൻഡ് ഇന്റർനെറ്റ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, IP അഡ്രസ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അതൊക്കെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ആപ്ലിക്കേഷൻ സെറ്റിംഗ്സ് ഉണ്ട്, അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഡിസ്പ്ലേ ആൻഡ് സൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒന്ന് ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. നോക്കി ഇവിടെ ബ്രൈറ്റ്നസ് 100% വരെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. ഞാനിവിടെ 50% ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 50% തന്നെ സഫീഷ്യന്റ് ആണ്. പിന്നെ ആംബിയൻ ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പിൽ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ആംബിയൻ ലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ആംബിയൻ ലൈറ്റ് സെറ്റപ്പ്. ഇത് നമുക്ക് ഓരോന്നായിട്ട് ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ റെഡ് കളർ ലൈറ്റ് മാത്രമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിത് ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ബ്രീത്തിങ് ഒന്ന് സെലക്ട് ചെയ്യാണ്. ബ്രീത്തിങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ലൈറ്റ് ഇങ്ങനെ ബ്രീത്ത് ചെയ്യുന്നുണ്ട്. പല കളറുകൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്. അതേപോലെ അതിനടുത്തായിട്ട് മറ്റ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫ്ലോ വാട്ടർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേണിലേക്ക് ഇതിന്റെ ലൈറ്റിംഗ് സെറ്റപ്പ് മാറുന്നത് കാണാൻ സാധിക്കും. നമുക്ക് ഈ ഒരു ആംബിയൻ ലൈറ്റ് സെറ്റപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഓഫ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതും ഇതിനുള്ളിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബ്രീത്തിങ് സെലക്ട് ചെയ്തു. ഇവിടെ ഇതേ രീതിയിൽ ബ്രീത്തിങ് ലൈറ്റ് സെറ്റപ്പ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് പോവുകയാണ്, ആപ്ലിക്കേഷൻ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ. ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു QR കോഡ്, ഒരു IP ലിങ്കും കാണാനായിട്ട് സാധിക്കും. ഒന്നുകിൽ ഈ QR കോഡ് സ്കാൻ ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ ഈ IP ലിങ്ക് ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വെബ് പേജ് ഓപ്പൺ ആക്കി എടുക്കാൻ സാധിക്കും. ആ വെബ് പേജിൽ എന്താണ് ചെയ്യാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പുതിയ ആപ്സ് ഒക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ ആപ്സ് ആഡ് ചെയ്യാനും അതേപോലെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്സ് ഡിലീറ്റ് ചെയ്യാനും കസ്റ്റമൈസ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇനി ഞാൻ നേരെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് പോയിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. മിനി ഡോക്കിലെ QR കോഡ് സ്കാൻ ചെയ്ത് ആപ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഈ ഒരു പേജിലെത്തി. ഇവിടെ നമുക്ക് കുറെ ആപ്സിന്റെ ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും. അതായത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്സ് ഡോക്കിലുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അതേപോലെ BBC ന്യൂസ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അപ്പം ആ ഒരു ആപ്പ് മാത്രം എനിക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷന് അതേപോലെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്കി ആപ്സ് ഒന്നും തന്നെ എനിക്ക് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, കാരണം ഓൾറെഡി പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ആപ്പാണ്. അപ്പം നമുക്ക് പുതിയ ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആപ്പ് ID എന്നുള്ള സെക്ഷനിൽ വന്നിട്ട് ഇവിടെ ആപ്പ് ID എൻ്റർ ചെയ്യണം. അതിനായിട്ട് ഇവിടെ നമുക്ക് ഡോക്ക് ആപ്പ് ഗാലറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോബോട്ടിന്റെ ഡോക്ക് ആപ്പ് ഗാലറിയിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ നിന്ന് നമുക്ക് വേണ്ട ആപ്ലിക്കേഷനുകൾ സെലക്ട് ചെയ്ത് അതിന്റെ ആപ്പ് ID എടുത്തുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന്. ഞാനിവിടെ വേൾഡ് ക്ലോക്ക് എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് എടുക്കുകയാണ്. അതിനുശേഷം മുകളിൽ കാണുന്ന കോപ്പി ആപ്പ് IDയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു ആപ്പ് ID കോപ്പി ചെയ്യാണ്. അതിന് മുമ്പായിട്ട് ഇവിടെ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ ഒരു സൈറ്റിൽ. ജസ്റ്റ് നിങ്ങൾ ഇമെയിൽ ID ഒരു പാസ്വേഡ് എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇതിന്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. എന്നെങ്കിൽ മാത്രമേ നമുക്ക് ആപ്പ് ID കോപ്പി ചെയ്യാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ഈ ഒരു ആപ്പ് ID കോപ്പി ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ഇവിടെ കൊണ്ടത് പേസ്റ്റ് ചെയ്ത് ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാളിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പം ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന് എഴുതി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഡോക്കിംഗ് സ്റ്റേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആപ്പ് അവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാനിവിടെ ഡോക്കിംഗ് സ്റ്റേഷന്റെ ഹോം പേജിൽ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വേൾഡ് ക്ലോക്ക് എന്ന് പറയുന്ന ആപ്പ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ആക്കിയാണ്. ഓക്കെ, ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഫുള്ളി ഫംഗ്ഷനിലാണ്. ഓൾഡ് ടൈം ഇവിടെ കാണിക്കുന്നുണ്ട്. ലണ്ടൻ, ദുബായ്, ടോക്കിയോ, ന്യൂയോർക്ക്, അങ്ങനെ പല രാജ്യങ്ങളുടെ ടൈം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇവിടെ BBC ന്യൂസ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്ലൈൻ ന്യൂസ് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി നൗ പ്ലേയിങ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഫോണുമായിട്ട് ബ്ലൂടൂത്തിന്റെ ത്രൂ കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഞാനിത് ആൻഡ്രോയിഡ് ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് സാധിക്കുന്നില്ലായിരുന്നു. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് ഐഫോണിലായിരിക്കും ഈ ഒരു ഫീച്ചർ വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഐഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. നമ്മൾ ഫോണിൽ പ്ലേ ചെയ്യുന്ന പാട്ടുകൾ നമുക്ക് ഈ ഡോക്കിംഗ് സ്റ്റേഷനിലൂടെ കേൾക്കാനായിട്ട് സാധിക്കും. അതാണ് ആ ഒരു ഫീച്ചർ. ഇതിലെ ടൈം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആണിത്. നമ്മുടെ സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ടൈമും അതേപോലെ ഡേറ്റും ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിലേക്ക് വരുന്നതാണ്. ഇവിടെ ടൈം മാത്രമല്ല ഏതാണ് ദിവസം എന്നുള്ളത്. ഇന്ന് വെനസ്ഡേ ആണ്, ഇവിടെ വെനസ്ഡേ കാണിച്ചിട്ടുണ്ട്. അപ്പം ഓരോ ദിവസവും ഇതിങ്ങനെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. ഇത്രയും സെറ്റിംഗ്സ് ആണ് ഇതിലുള്ളത്. നിങ്ങൾ ഒരു ഡോക്കിംഗ് സ്റ്റേഷൻ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഇതേപോലെ കുറച്ച് സ്മാർട്ട് ആയിട്ടുള്ള ഒരു ഡോക്കിംഗ് സ്റ്റേഷൻ ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് അതിന് പറ്റിയ ഒരു സംഭവമാണ്. ഡോക്കിംഗ് സ്റ്റേഷൻ മാത്രമല്ല, ഇതിനൊപ്പം ഒരു ഗെയിമിംഗ് കൺട്രോളൂടെ ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. അതാണ് ഈ കാണുന്നത്. ഇത് ചെറിയൊരു ഗെയിമിംഗ് കൺട്രോൾ ആണ്. നമുക്ക് മൊബൈൽ ഫോണിലും ലാപ്ടോപ്പിലും ഒക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഗെയിം പ്ലേ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. വളരെ സ്മോൾ സൈസിലുള്ള ഒരു ഗെയിം കൺട്രോളർ. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ആപ്സ് ഒക്കെ ഒരുപാട് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. എങ്ങനെയാണ് ഈ ആപ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇതിന്റെ യൂസർ മാനുവൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ഗെയിമിംഗ് കൺട്രോൾ ഫുള്ളി ഫംഗ്ഷൻ ചെയ്ത് നോക്കിയിട്ടില്ല. ജസ്റ്റ് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ ചെയ്യാനായിട്ട് സാധിക്കും. ഓൺ ചെയ്തുകൊണ്ട് ഗെയിം ഫോണിൽ
ഇൻസ്റ്റാൾ ചെയ്ത് അതിനുശേഷം ബ്ലൂടൂത്തിൻ്റെ ത്രൂ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഗെയിം പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഗെയിമിംഗ് കൺസോൾ പോലെ ഉള്ള ഒരു സെറ്റപ്പ് ഒന്നും അല്ല ഇത് വേറൊരു ടൈപ്പ് സാധനമാണ്. എന്തായാലും ഇങ്ങനെ ഒരു ഐറ്റം കൂടെ ഇവരുടെ വെബ്സൈറ്റിലുണ്ട്. ഏകദേശം $10 താഴെയുള്ളൂ ഇതിന്റെ വില. ആവശ്യമുള്ളവർക്ക് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നിങ്ങൾ പ്രോഗ്രാമിംഗ് സ്കില്ലൊക്കെ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തുകൊണ്ട് ആപ്സ് ഡെവലപ്പ് ചെയ്യാനും അത് ഈ ഒരു ഡോക്കിംഗ് സ്റ്റേഷനിൽ ഉപയോഗിക്കാനും സാധിക്കും. ഞാനൊരു 2 ആഴ്ചയായിട്ട് ഈ ഒരു ഡോക്കിംഗ് സ്റ്റേഷനാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിന്റെ ഒരു സൈഡിൽ നൽകിയിരിക്കുന്ന ഈ ഒരു ക്ലോക്കും അതേപോലെ ഇതിന്റെ ഒരു സ്ക്രീനുമാണ്. നമുക്ക് സാധാരണ ഒരു ഡോക്കിംഗ് സ്റ്റേഷനിലും കിട്ടാത്ത കാര്യമാണ് ഈ 2 കാര്യങ്ങൾ. ഇതിൽ നമുക്ക് ഒരുപാട് ആപ്സ് ഒന്നുമില്ല. കുറച്ച് ആപ്സ് ഇവരുടെ ആപ്പ് സ്റ്റോറിലുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഞാൻ കാണിച്ചു തന്ന രീതിയിൽ തന്നെ നമുക്ക് ആപ്സ് ഇതിലേക്ക് ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതേപോലെ ഒരു ഡോക്കിംഗ് സ്റ്റേഷന്റെ മെയിൻ യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ പോർട്സ് ആണ്. അപ്പൊ ഇതിൽ നമുക്ക് ടോട്ടൽ 7 പോർട്സ് ആണ് ലഭിക്കുന്നത്. അതിൽ മാക്സിമം ഹൈ സ്പീഡിൽ നമുക്ക് 2 പോർട്സ് ഉപയോഗിക്കാം. പിന്നെ ഒരു HDMI ഇന്റർനെറ്റ് പോർട്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സാധാരണ ഡോക്കിംഗ് സ്റ്റേഷനുമായിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് പോർട്സും കാര്യങ്ങളും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു സ്ക്രീനും ക്ലോക്കും കിട്ടുമെന്നുള്ളതാണ് ഈ ഒരു ഡോക്കിംഗ് സ്റ്റേഷന്റെ മെയിൻ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഡോക്കിംഗ് സ്റ്റേഷനിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം ഇതിലെ RGB ലൈറ്റിംഗ് സെറ്റപ്പ് ആണ്. സാധാരണ ഒരു കമ്പനികളിലും ഡോക്കിംഗ് സ്റ്റേഷനിൽ ഇങ്ങനത്തെ ഫീച്ചേഴ്സ് ഒന്നും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇതിൽ RGB ലൈറ്റിംഗ് സെറ്റപ്പ് ഉണ്ട്. അത് നമുക്ക് ഡിഫറെന്റ് കളേഴ്സ് നമുക്ക് മാറ്റി ഉപയോഗിക്കാനൊക്കെ സാധിക്കും. ഇതിന്റെ പ്രൈസ് എത്രയാണെന്നുള്ളത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ചെയ്യേണ്ടവർക്ക് ഇവരുടെ ഒഫീഷ്യൽ സൈറ്റിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ ആപ്പ് സപ്പോർട്ട് ആവുന്നത് കൊണ്ട് നമുക്ക് വാട്സപ്പും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഉപയോഗിക്കാൻ പറ്റും എന്നല്ല. ഇതിൽ ചില ആപ്സ് ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആപ്സ് ആണ് ഇതിൽ വർക്ക് ആവുക. അല്ലാത്ത ആപ്സ് ഒന്നും വർക്ക് ആകത്തില്ല. അതിലും വളരെ കുറച്ച് ആപ്പുകൾ മാത്രമേ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉള്ളതുള്ളൂ. ഈ വെതർ ആപ്പ് ഒക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. അതേപോലെ ഈ ഒരു പ്രൊഡക്റ്റിൽ ബ്രാൻഡ് നല്ല ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം നമ്മളിത് ഓപ്പൺ ആക്കിയ സമയത്ത് തന്നെ ഒരു അപ്ഡേറ്റ്, ഒരു ഫിംവെയർ അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിരുന്നു. അതേപോലെ ആപ്സും അവരുടെ ആപ്പ് സ്റ്റോറിൽ കൂടി വരുന്നുണ്ട്. അപ്പം പുതിയ ആപ്സ് ഫ്യൂച്ചറിൽ കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ വോബോട്ടിന്റെ ഒരു ഫോറം ഉണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ ഒരുപാട് പേര് ഡിസ്കഷൻ നടത്തുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ ഫോറത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് ബൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതുവരെ വീഡിയോ കണ്ടതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേപോലെ യൂണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ ഞാൻ വീഡിയോകളാക്കി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഇതിലും നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.